കാരണം ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിർദ്ദേശിച്ചു. ഇതോടെ നിലവിൽ അമേരിക്കയിൽ പെർമനന്റ് റെസിഡൻസി പെർമിറ്റുള്ള ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പൗരത്വം എടുക്കുന്നത് ചെലവേറിയ ഒരു നടപടിയായി മാറും. എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരാണ് പൗരത്വത്തിനായി അപേക്ഷിക്കാറുള്ളത്. പുതിയ നിർദ്ദേശം അനുസരിച്ച് ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പൗരത്വത്തിനായി അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോർ നാച്ചുറലൈസേഷൻ എന്ന ഫോം N-400ന്റെ ഫീസ് നിലവിൽ $760 നിന്നും $1330 ആക്കി ഉയർത്തും. പേപ്പർ വഴി അപേക്ഷ നൽകുന്നതിനുള്ള ഫീസാണിത്. 75% വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഓൺലൈൻ വഴി അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ് നിലവിലെ $710 നിന്നും 80% വർദ്ധിപ്പിച്ച് $1280 ആക്കും. അതോടൊപ്പം കുറഞ്ഞ വരുമാനക്കാർക്ക് നിലവിൽ അപേക്ഷാ ഫീസിലുള്ള ഇളവും ഇല്ലാതെയാകും. മാത്രമല്ല, പൗരത്വത്തിനായി അപേക്ഷാ ഫീസിൽ നൽകിയിരുന്ന എല്ലാ ഇളവുകളും പുതിയ നിർദ്ദേശപ്രകാരം ഇല്ലാതെയാകും. അമേരിക്കൻ പൗരത്വം ആർജിക്കുന്നവരിൽ ഇന്ത്യക്കാർ മുന്നിട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഫീസ് വർധനവ്